Tiju's Academy, and we are back with another live of IELTS speaking. All right, so we'll start our class. Let's wait for our friends to join. Okay, we'll wait for some time so that our friends can join, and after that, we'll start. Yes, they've started joining, so let's commence. In the previous class, we have already discussed about 10 idioms that IELTS speaking use. Means the students or the candidates who appeared IELTS exam commonly used. So the importance of such idioms was that most of the 9 band students use this idiom. So I've already told you it's out of a survey from the students who had already attended the test that we collected these idioms. So commonly used idioms. So what is the importance of using such idioms? We have discussed it. That is, it will help us to create a good impression on the interviewer and thereby giving good scores for us, isn't it? അപ്പം ഇഡിയംസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? മലയാളത്തിൽ നമ്മൾ പറയുന്ന ഭാഷാപ്രയോഗങ്ങൾ, ശൈലികളൊക്കെയാണ് അല്ലേ? സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു സർവേ പോലെ ലൈക്ക് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനോട് ഓൾറെഡി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് അവരുടെ ഒപ്പീനിയൻ അറിഞ്ഞിട്ടാണ് ഏതൊക്കെയാണ് കോമൺലി അവർ യൂസ് ചെയ്തിരുന്നത് എന്നറിഞ്ഞത്. So it's not a big deal. Like everyone can use idioms when they are speaking. So what is the peculiarity when you're using an idiom? The listener will understand that you are a person with good knowledge of language. You have good hold of language. അല്ലേ, നിങ്ങൾക്ക് ഭാഷയിൽ നല്ലൊരു പ്രാവീണ്യമുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഭാഷ ഉപയോഗിക്കാൻ അറിയാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ലിസണറിന് നിങ്ങൾ ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ കിട്ടുന്നത്. ആൻഡ് ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു ദാറ്റ് we have marks for vocabulary, that is the lexical resource we are using. അപ്പോൾ അതിനകത്ത് ഈ ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്ത് പറയുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടും? സ്കോർ കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. So it is good if you are coming across a lot of idioms, if you try to understand the meanings and if you can wisely use it in the context that asks for. അല്ലേ, അത് ചോദിക്കുന്ന കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുക, അതിൽ തെറ്റ് വരാനും പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഹിയർ ഐ ആം ബാക്ക് വിത്ത് the rest of our idioms, because in the last class we have already discussed 10 idioms and here I am with 10 more idioms, and it is very easy if you understand the meaning and if you can use it beautifully. It's good to create a charm for your speaking. Okay, so most common idioms that band 9 students use, part 2 is our today's live episode. So shall we start? Yes, let's start. So the first one is don't judge a book by its cover. വെരി ഈസി അല്ലേ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റണം? യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ദി പ്രെജുഡിസ് മൈൻഡ്സ് ഓഫ് പീപ്പിൾ അല്ലേ, ഒരു മുൻധാരണ, മുൻവിധി, എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ ആഫ്റ്റർ അനലൈസിങ് ദി അപ്പിയറൻസ് ഓഫ് സംതിങ് ഓർ എ പേഴ്സൺ വി ഹാവ് എ പ്രെജുഡിസ് മൈൻഡ് ബിക്കോസ് വി ആർ ജഡ്ജിങ് ഇറ്റ് ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് എ കൺക്ലൂഷൻ ബേസ്ഡ് അപ്പോൺ അവർ നോഷൻസ് അല്ലേ. നമ്മൾ ആദ്യമേ മുൻകൂട്ടി ഒരാളെ കണ്ട് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ടിട്ടോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ധാരണകൾ കൊണ്ട് നമ്മളൊരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ കരുതുന്നു. ആൻഡ് ഡു യു തിങ്ക് ഇറ്റ്സ് ഗുഡ്? അതെപ്പോഴും നല്ലതാണോ? അല്ലെങ്കിൽ അതെപ്പോഴും നമ്മളുടെ മുൻവിധികൾ, മുൻധാരണകളൊക്കെ ശരിയാവണം എന്നുണ്ടോ? നോ. അപ്പം ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ളത്. ലൈക്ക് സ്പോർട്സ് അത്ലറ്റിക് മീറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ എന്താ ചെയ്യുക, ബോഡി അപ്പിയറൻസ് വെച്ചിട്ടൊക്കെ പലരും എന്ത് ചെയ്യും, കളിയാക്കും. എന്ത് ചെയ്യാനാണെന്നുള്ള രീതിയിൽ അല്ലേ, അല്ലെങ്കിൽ വലിയ റിസൾട്ട്സ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന ആ ഒരു പ്രെജുഡിസ് മെൻറ്റാലിറ്റി ശരിയാണോ?
അല്ല. അപ്പം അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ആരെങ്കിലും തെറ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. കാരണം ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ അപ്പിയറൻസ് കണ്ടിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജഡ്ജ്മെൻറ്റ് പാസ്സാക്കേണ്ടത്. ഓക്കെ, സോ ഹിഡൻ ടാലൻസ് ഉണ്ടായിരിക്കാം. ദേ ക്യാൻ ബി മെനി ഹിഡൻ ടാലൻസ്, ഗ്രേറ്റ് ക്വാളിറ്റീസ്, ഗ്രേറ്റ് വാല്യൂസ് ഫോർ സംതിങ് or a person. We don't know about it. So please don't pass judgments prior before understanding or analyzing a person or a thing. So that's what we mean when we say don't judge a book by its cover. ഓക്കെ, അപ്പോൾ നമ്മൾ ഐൽസിൻ്റെ സ്പീക്കിംഗ് ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദാറ്റ് context of that situation that I should never judge a book by its cover because my notions were wrong, അല്ലെങ്കിൽ it was proven wrong എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു തെറ്റായ ചിന്താഗതി വന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ യൂസ് ചെയ്തതാണല്ലേ. സോ അങ്ങനെയാണ് നമ്മൾ ഓരോന്നും അർത്ഥമറിഞ്ഞ് മീനിങ് മനസ്സിലാക്കിയിട്ട് കോണ്ടെക്സ്റ്റ് വൈസ് ഇഡിയംസ് യൂസ് ചെയ്യേണ്ടത്. ഫൈൻ, യെസ്. നൗ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ഇഡിയം. ഇറ്റ് ഈസ് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദി ഹാച്ച്. നമ്മൾ മലയാളത്തിൽ ഇരിക്കും മുന്നേ കാല് നീട്ടരുതെന്ന് പറയും. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദി ഹാച്ച്. വാട്ട് ഇസ് ദ മീനിങ്? You should not make plans that depend on something good happening before you know that it has actually happened. അതായത് we'll be having a lot of expectations about something or an event or a thing. We are putting a lot of effort. നമ്മൾ ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. ബട്ട് വാട്ട് ദിസ് ഇഡിയം ടീച്ചേഴ്സ് ഇസ് ദാറ്റ് വി ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻ എ മോഡറേറ്റ് പേസ് ഇൻ അവർ തോട്ട്സ്. ലൈക്ക് we should not be extremely happy. We should not be extremely sorrowful for something. ഒരുപാട് സന്തോഷിക്കാൻ പാടില്ല, ഒരുപാട് സങ്കടപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഓരോ സിറ്റുവേഷനെ പറ്റി പറയും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഓവർ കോൺഫിഡൻസ് ആവാനും പാടില്ല, ഓവർ എക്സ്പെക്റ്റേഷനും ഉണ്ടാവാൻ പാടില്ല. ലൈക്ക് വി കനോട്ട് ആക്ച്വലി പ്രെഡിക്റ്റ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് സംഭവിക്കും ഒരു കാര്യത്തിന് എന്നുള്ളതിനെ പറ്റി നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ. Anything can happen. Unexpected things will happen in future. But we are doing our part. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നു. So put your effort, be confident. But over expectation നല്ലതാണോ? അല്ല. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അംബിഷൻസ് വേണം, ഒപ്റ്റമിസ്റ്റിക് ആയിരിക്കണം നമ്മൾ. പക്ഷേ എങ്കിലും നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ what will happen? If it is happening in vain, if something is a failure, we would be depressed, extremely sad. So in order to avoid that, we should not expect more about something. അത് ആ ഒരു കോണ്ടെക്സ്റ്റ് നിന്നിട്ടാണ് പറയുന്നത് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച് എന്നുള്ളത്. സോ പ്ലീസ് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ സംതിങ് ഗുഡ് ഹാപ്പനിങ് ബിഫോർ യു നോ ദാറ്റ് ഇറ്റ് ഹാസ് ആക്ച്വലി ഹാപ്പൻഡ്. ഒരു കാര്യം നടന്നിട്ട് നമുക്ക് നടന്നെന്ന് പറയാം, അല്ലേ? ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് സംഭവിച്ചെന്ന് പറയാം. So that's it. All right. So now we'll move to the next one. Go the extra mile. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? Go the extra mile. What is the meaning? To make more effort than is expected of you. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് go the extra mile എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്? നമുക്ക് ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഇത് പറയാൻ പറ്റും? ദിസ് ഈസ് ട്രൈയിങ് മോർ ദാൻ അവർ പൊട്ടൻഷ്യൽ. നമ്മളുടെ പൊട്ടൻഷ്യനേക്കാൾ കൂടുതൽ, നമ്മുടെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ ട്രൈ ചെയ്യുകയാണ്. സോ വി ആർ എക്സ്ട്രീംലി വർക്കിംഗ് ഹാർഡ് ഫോർ സംതിങ് ടു ഹാപ്പൻ ആൻഡ് വി ആർ ട്രൈയിങ് മോർ ദാൻ അവർ ലിമിറ്റ്സ്, അല്ലേ? നമ്മുടെ ആ ഒരു പരിധിക്കപ്പുറം നമ്മൾ വർക്ക് ചെയ്യുകയാണ്, ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. വി ആർ ടേക്കിംഗ് മോർ എഫേർട്ട് ഫോർ സംതിങ് ടു ഹാപ്പൻ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം ഗോ ദി എക്സ്ട്രാ മൈൽ. ഫോർ ഇൻസ്റ്റൻസ് ഇൻ എ സെൻറ്റൻസ് യു ക്യാൻ സീ ടു കംപ്ലീറ്റ് ദ വർക്ക് ഹി ഈസ് ഗോയിങ് ദി എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കാര്യം, ഏതോ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ അവൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. അതാണ് ഗോ ദി എക്സ്ട്രാ മൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ തിങ് ഇസ്, നമ്മളിപ്പോൾ ഓരോ ഇഡിയംസും പറഞ്ഞു പോകും. ആൻഡ് ഇറ്റ് സീംസ് ടു ബി വെരി ഈസി വെൻ വി ആർ സേയിങ് ദ ഇഡിയം ആൻഡ് വെൻ എക്സ്പ്ലെയിനിങ് ദ മീനിങ്. But the point is, when you are going through it, just think of it in your mind and make your own sentences so that you would never forget it.
പിന്നീട് നിങ്ങൾ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് മാച്ച് ചെയ്ത് ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി തിങ്ക് ഓഫ് ദിസ് ഇഡിയം. അത് നിങ്ങളുടെ മനസ്സിൽ വരണം. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ലേൺ ന്യൂ തിങ്സ്. അങ്ങനെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്. ഗോട്ട് ഇറ്റ്? യെസ്. ഓൾ റൈറ്റ്, നൗ ദ നെക്സ്റ്റ് വൺ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ യൂഷ്വലി വെതർ കണ്ടീഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സ്കോച്ചിങ് ഹീറ്റ് എന്നൊക്കെ പറയും. നല്ല ചൂടാണെങ്കിൽ സ്കോച്ചിങ് ഹീറ്റ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നല്ല പീസ്ഫുൾ പ്ലെസൻറ്റ് വെതർ, പ്ലെസൻറ്റ് ക്ലൈമറ്റ് അങ്ങനെയൊക്കെ പറയല്ലേ. ഇനി ഭയങ്കര മഴയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അതിനുള്ള ഇഡിയമാണ് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേർഡ്സ് കണ്ടു കഴിയുമ്പോൾ വലിയ റിലേഷൻ തോന്നുമോ? See, the word is here, raining. Raining cats and dogs. Okay? What does that mean? Something that you say when it is raining heavily. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു മഴ പെയ്ത സിറ്റുവേഷനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, ഇറ്റ് വാസ് പോറിങ് എന്നൊക്കെ പറയുന്നതിന് പകരം ട്രൈ സേയിങ് നെക്സ്റ്റ് ടൈം ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അന്ന് ഭയങ്കര മഴയായിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ഒരു ലിറ്ററൽ മീനിങ് വരുന്ന പോലെ തന്നെയാണോ വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്? അല്ല. പക്ഷേ ലിസണർ നല്ല നോളജബിൾ ആണെങ്കിൽ ഹി ഓർ ഷി വുഡ് ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു മെൻറ്റ് ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. അല്ലേ, നന്നായിട്ട് മഴ പെയ്തിരുന്നു, ഭയങ്കര തകർപ്പൻ മഴയായിരുന്നു എന്നൊക്കെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആ ഐഡിയ കൺവേ ചെയ്യല്ല ചെയ്തിരിക്കുന്നത്, പകരം നമ്മളൊരു ഇഡിയമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുമ്പോഴത്തേനും. യു ഗോട്ട് ഇറ്റ്? സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഡെക്കറേറ്റീവ് എലമെൻറ്റ് ഫോർ അവർ സ്പീക്കിംഗ്. നമ്മളുടെ ലാംഗ്വേജിൽ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ഒരു ആലങ്കാരികത പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഭാഷാ ശൈലികൾ അല്ലെങ്കിൽ ഇഡിയംസ് എന്നൊക്കെ പറയുന്നത്. സോ ട്രൈ ഇറ്റ് വെൻ എവർ യു സ്പീക്ക് ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് അല്ലേ? അങ്ങനെയാണ് അതൊരു നമ്മളെന്താ പറയുക എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും അത് പറയണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് സ്കോറിങ് ഗുഡ് മാർക്സ് ഇൻ IELTS ടെസ്റ്റ്, സ്പീക്കിംഗ് ടെസ്റ്റ്, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിച്ചില്ല എന്ന് വരാൻ പാടില്ല. നമ്മളിതൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഫെമിലിയർ ആവുകയാണ്. സോ നെക്സ്റ്റ് ടൈം നമ്മളിത് ഓരോന്നും കാണുമ്പോഴും മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പുറത്ത് നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഒരാൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ, ലിമിറ്റിൽ കൂടുതൽ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഹി ഓർ ഷീ ഈസ് ഗോയിങ് ദി എക്സ്ട്രാ മൈൽ പറയില്ലേ? ആൻഡ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ റിസൾട്ട് എന്താവുമെന്നുള്ളത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച് അല്ലേ? ഇനിയും ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റിയിട്ട് ആരെങ്കിലും ആദ്യമേ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാകുകയാണെങ്കിൽ നമുക്ക് പറയാം വി കനോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. സോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. 9 ബാൻഡ് കിട്ടിയ സ്റ്റുഡൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ മാജിക് വണ്ടേഴ്സൊക്കെ ഉണ്ടാവും നിങ്ങളുടെ സ്കോറിൽ. ദാറ്റ്സ് ഇറ്റ്. So the next one we have is throw in the towel. Throw in the towel എന്ന് വെച്ചാൽ to stop trying to do something because you have realized that you cannot succeed. Okay, so you're stopped. You have already stopped doing it. നമ്മളൊരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നില്ല. യു ആർ സ്റ്റോപ്പിംഗ് സംതിങ്. കാരണം എന്താണ്? യു റിയലൈസ്ഡ് സംതിങ് എൽസ്. അതായത് നിങ്ങൾക്കൊരു റിയലൈസേഷൻ വന്നു. എന്ത്? യു കനോട്ട് സക്സീഡ്. ഒരു കാര്യം ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അത് തോൽക്കും അല്ലെങ്കിൽ പ്രയോജനമില്ലാതായി പോകും എന്നറിയുമ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് കാര്യമുണ്ടോ? ബിക്കോസ് ദി റിസൾട്ട് ഇസ് ഓൾറെഡി നോൺ ടു എസ്. നമുക്ക് ആ റിസൾട്ട് എന്താണെന്നുള്ളത് അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പിന്നീട് എഫേർട്ട് ഇടാണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ, അത് ഏത് കോണ്ടെക്സ്റ്റിൽ വരാതെ ഞാൻ പറയുന്നത്, ഇപ്പോൾ വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ എഫേർട്ട് ഇടാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാതെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. ഇനിയിപ്പം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാൽ കഴിയുമ്പോൾ, ആ ഒരു റിയലൈസേഷൻ വരുമ്പം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതാണ് ത്രോ ഇൻ ദി ടവൽ. ത്രോ ഇൻ ദി ടവൽ എന്ന് വെച്ചാൽ എന്താണ്? വൺസ് യു റിയലൈസ് ദാറ്റ് something is gonna be in vain, something cannot be achieved or a task cannot be accomplished
ടു ദ ലെവൽ യു ഇമാജിൻ, അല്ലെങ്കിൽ എന്തായാലും ഫെയിലർ ആണ് എന്നൊക്കെ ഉറപ്പ് വരുമ്പം യു വിൽ ബി ത്രോയിങ് ഇറ്റ് ഇൻ ദി ടവൽ. യു വിൽ ബി ത്രോയിങ് ഇൻ ദി ടവൽ. ഓക്കെ ആണോ? സോ ഇതൊക്കെ വളരെ ചെറിയ ഇഡിയംസ് ആണ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തി സെൻറ്റൻസ് ആയിട്ടൊന്നും വരുന്നില്ല, പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ. അപ്പോൾ ത്രോ എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് സ്ട്രൈക്ക് ചെയ്യണം. ത്രോയിങ് ദ പ്ലാൻ എന്നുള്ള രീതിയിൽ മനസ്സിൽ വരണം. അപ്പോൾ കുറച്ച് കീവേഡ്സും കൂടി ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കീവേഡ്സ് മെമ്മറൈസ് ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ നമുക്കത് സ്ട്രൈക്ക് ചെയ്യും പെട്ടെന്ന്. അപ്പോൾ ത്രോയിങ് എ പ്ലാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ വി ഹാവ് ഇസ് ക്രോസ് ദറ്റ് ബ്രിഡ്ജ് വെൻ യു കം ടു ഇറ്റ്. ക്രോസ് ദറ്റ് ബ്രിഡ്ജ് വെൻ യു കം ടു ഇറ്റ്. അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്തായിരിക്കും? പാലത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് മാത്രം നിങ്ങൾ അതിനെപ്പറ്റി എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്താൽ മതി. അതിന് മുന്നേ അതിനെപ്പറ്റി ഓർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ക്രോസ് ദറ്റ് ബ്രിഡ്ജ് വെൻ യു കം ടു ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയോ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ദാറ്റ് മീൻസ് യു വിൽ നോട്ട് വെറി അബൌട്ട് എ പോസിബിൾ ഫ്യൂച്ചർ പ്ലാൻ ഓർ എ പ്രോബ്ലം, ബട്ട് ഡീൽ വിത്ത് ഇറ്റ് ഇഫ് ഇറ്റ് ഹാപ്പൻസ്. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഓരോ പ്രശ്നത്തെ പറ്റി ആലോചിച്ച് ഇപ്പോഴേ വിഷമിക്കുകയോ വെപ്രാളം പിടിക്കുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? Should we become impatient for something that's going to happen in future? No, we should not. പക്ഷേ എന്ത് ചെയ്യണം? ആ പ്രോബ്ലം വരുമ്പം അതിനെ നമ്മൾ ഫേസ് ചെയ്യണം. വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ് വൺസ് വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ വൺസ് വി ആർ ഫോർഫ്രണ്ടിങ് ദറ്റ് പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലം നമ്മളുടെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പ്രോബ്ലം വന്നു എന്നുള്ള സിറ്റുവേഷനിൽ, നമുക്ക് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ അന്നേരം മാത്രം നമ്മൾ അതിനെപ്പറ്റി ഓർത്താൽ മതി. ദെൻ ഡീൽ വിത്ത് ഇറ്റ്. അല്ലാതെ ഫ്യൂച്ചറിൽ എന്നോ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴേ ടെൻസ്ഡായിട്ട് നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഇഡിയമാണ് ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ യു കം ടു ഇറ്റ്. Okay, so don't bother about the problems that gonna happen in future. Anyhow, if there is a problem, see, if we have to meet it, it would definitely come in our way. It can be any obstacle too, but we should deal with it once we are at that moment only. Because see, this is the moment we are living. So live in the present and don't bother about the future. Live in this present. Carpe diem, അല്ലേ? Carpe diem എന്നൊക്കെ പറയുന്ന ഐഡിയ പോലെ. So now go with the flow. Like നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, let anything happen in the future and we will deal it anyhow. എങ്ങനെയാണെങ്കിലും നമ്മളതിനെ ഫേസ് ചെയ്യുക. ഓക്കെ, സോ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ യു കം ടു ഇറ്റ്. അല്ലാതെ ഇപ്പോൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ആ ഐഡിയം അവിടെ യൂസ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്? യെസ്. സോ നൗ ദ നെക്സ്റ്റ് വൺ ഇസ് റോം വാസൻറ്റ് built in a day. ഭയങ്കര എനിക്കിഷ്ടമുള്ളതാണ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ലൈക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം എന്നുള്ളത്. ഹായ് അല്ലേ? വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം, നല്ല മഹത്തായിട്ടുള്ള പല കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് വല്ലതും ഉണ്ടായതാണോ? അല്ല. എന്തൊരു വലിയ കാര്യമാണെങ്കിലും ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി ടേക്ക് സം ടൈം ടു ഹാപ്പൻ. ഓൾ ഓഫ് എ സഡൻ നമുക്ക് റിസൾട്ട്സ് കിട്ടണം, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് നടക്കണം എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. വി ഹാവ് ടു വർക്ക് ഹാർഡ് ആൻഡ് സംടൈംസ് ഇറ്റ് വുഡ് ടേക്ക് ലോങ് ടൈം. പക്ഷേ എന്ത് തന്നെയായാലും ഇഫ് യുവർ എഫേർട്ട് വാസ് ജെനുവിൻ യു വുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് എ റിസൾട്ട്. അല്ലേ? നിങ്ങളത് അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങളുടെ എഫേർട്സിൽ ജെനുവിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ യു വുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് ദി റിസൾട്ട് വൺ ഡേ. സോ നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഇപ്പോൾ ഇന്ന് IELTS പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, നാളെ IELTS പാസ്സാവണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. അങ്ങനെയല്ല. നമ്മൾ അതിനു വേണ്ടി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നു, ആൻഡ് യു ആർ വർക്കിംഗ് ഫോർ ദാറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ ഇഫ് യു അറ്റൻഡിങ് ദ ടെസ്റ്റ് വൺ ഡേ. ദാറ്റ് ഈസ് വാട്ട് വി സീ വെൻ യൂസിങ് ദി ഇഡിയം റോം വാസൻ ബിൽറ്റ് ഇൻ എ ഡേ. റോം എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം മറ്റൊരു ദിവസം കൊണ്ട് കെട്ടിപ്പടുത്തതാണോ? അല്ല. ഇറ്റ് ഡെഫിനറ്റ്ലി ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ? യെസ്. ക്യാൻ യു പുട്ട് മോർ എക്സാമ്പിൾസ് ഫോർ IELTS academic writing task 1 and 2? Definitely in the next live when we are doing it, we'll say about it. Okay, for task 1 and 2, we'll give you more examples. Don't worry about that. We'll come with more examples. Okay. Yes.
So Rome wasn't. So this is our speaking live, and we are discussing about different idioms that are used in IELTS speaking, and these were commonly used by IELTS students who got 9 band. Okay, so you make use of these idioms when you're speaking, and you would also definitely get good marks. So Ammu, your concern is actually considered and valued by us, and we would definitely come up with more examples of academic writing task 1 and 2 in the next classes. Okay, so now we're discussing about speaking, the idioms that can be used. So Rome wasn't built in a day എന്ന് പറയുമ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ എത്ര ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും, കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്താലും കുഴപ്പമില്ല, the result would be great. Okay, so it's set to emphasize that you cannot expect to do important things in a short period of time. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ഒക്കെ വളരെ കുറച്ച് ടൈം കൊണ്ടാണോ നേടിയെടുക്കുന്നത്? അല്ല, അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. So wait patiently. That's it. So next one is when in Rome, do as the Romans do. ഇത് നമ്മൾ മലയാളത്തിൽ എക്സാക്റ്റ് ഇതുപോലെ വരുന്ന ഒരു സംഭവമുണ്ട്. ക്യാൻ യു ഗെസ് ഇറ്റ്? വെൻ ഇൻ റോം ഡു ആസ് ദി റോമൻസ് ഡു. എന്താ അത് ഉദ്ദേശിക്കുന്നത്? ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ദ സെയിം തിങ്. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? വെൻ യു വിസിറ്റിംഗ് another place, you should follow the customs of the people in that place. That is, see, when you are speaking about an incident or a situation when you had to move away from your place and you visited another place, you are a resident now, or else you have to adjust with the place for some period of time, maybe for your work, your studies, we don't know. It can be of any context, any situation. So when you are in another place, would you be easily getting adjusted with the place? No, the language can be different, the tradition, the culture, the food, the style, everything will be different. Okay, so no two places will be having the same culture, tradition, language, food styles, anything. So it's entirely different. So we are already conditioned with the ideas, even the ideologies and culture of our place. So it would take some time for us to adjust with something. Let it be of anything. I mean, the customs or the culture of another place. We are adapting to the situation, and it's not easy for us to follow our own style or our own lifestyle in a new place, because once we are in a new place, we have to follow their ideologies at least to some extent. അല്ല, കുറച്ചെങ്കിലും നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ പറയുന്നത്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഫ് യു വോണ്ട് ടു എക്സിസ്റ്റ് ഇൻ എ ന്യൂ പ്ലേസ്, വി ഷുഡ് അഡ്ജസ്റ്റ് വിത്ത് ദം. അതാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നേണ്ടി വരും. നമുക്കിഷ്ടമില്ലായിരിക്കും, പക്ഷേ നമ്മളത് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്ന പോലെ. സോ വെൻ ഇൻ റോം, ഡു ആസ് ദി റോമൻസ് ഡു. മനസ്സിലായോ? വെൻ യു ആർ വിസിറ്റിംഗ് ഇൻ അനദർ പ്ലേസ്, യു ഷുഡ് ഫോളോ ദി കസ്റ്റംസ് ഓഫ് ദി പീപ്പിൾ ഇൻ ദാറ്റ് പ്ലേസ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളെല്ലാം പറ്റും അല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. സോ പ്ലേസസ് ഒക്കെ തമ്മിൽ നല്ല ഡിഫറൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ലൈക്ക് വെൻ യു വിസിറ്റിംഗ് അനദർ പ്ലേസ് ഒക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഡിയം യൂസ് ചെയ്യാം. ഓൾറൈറ്റ്? യെസ്. നൗ എ റെഡ് ലെറ്റർ ഡേ. A very important day, അല്ലെങ്കിൽ it can be a memorable day in your life. Means a day of great importance. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം. അതിനാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് യു ഷുഡ് റിമെമ്പർ ദ കളർ. ലൈക്ക് അത് ഓർത്തിരിക്കുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ഓർമ്മ വരും. ഒരു റെഡ് ലെറ്റർ ഡേ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേക്കാണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് ജോലി കിട്ടിയ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് സംഭവിച്ച ഒരു ദിവസമായിരിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പിന്നീട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ടോക്ക് അബൌട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ യുവർ ലൈഫ് എന്ന്, അങ്ങനെ തന്നെ എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ യുവർ ലൈഫ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയും എ റെഡ് ലെറ്റർ ഡേ ഇൻ മൈ ലൈഫ് ഇസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ അത് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കില്ലേ? അപ്പോൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? എ മെമ്മറബിൾ ഡേ, എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ യുവർ ലൈഫ്. Okay? Yes. So that's it. And we have the final idiom for today's live.
A pretty penny. A pretty penny. So this is the 10th one we're discussing today. A pretty penny means a large sum of money. ഒരു ലാർജ് സം ഓഫ് മണി ക്യാഷ് അല്ലേ, അതിനാണ് നമ്മൾ പറയുന്നത് എ പ്രെറ്റി പെന്നി. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വർക്ക് ഐ ഏൺ ദ പ്രെറ്റി പെന്നി എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്തതിന് ശേഷം എനിക്കൊരു ലാർജ് എമൗണ്ട് ഓഫ് മണി കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്തു എന്നാണ് അർത്ഥമാകുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഐ ഏൺ സം മണി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഐ ഗോട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി എന്ന് പറയുകയാണോ? അല്ല. ഇൻസ്റ്റെഡ് വി ആർ യൂസിങ് ആൻ ഇഡിയം ആൻഡ് വി ആർ സേയിങ് വി ഗോട്ട്, അല്ലെങ്കിൽ I got a pretty penny, which means you got a large sum of money. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാത്തിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്പെഷ്യാലിറ്റി വിച്ച് ഐ കൺസിഡർ ഇസ് എ സ്പെഷ്യാലിറ്റി ഇസ് ദാറ്റ് ഇസ് എ വെരി ഈസി ടു റിമെമ്പർ ആൻഡ് വെരി ഈസി ടു യൂസ്, വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓൾസോ. പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഇഡിയംസ് ആണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാടില്ല, എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങളൊരു ലാർജ് സം ഓഫ് മണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം പറയുന്നത്? പ്രെറ്റി പെന്നി എന്ന് തന്നെ പറയുക. ഒരു ഇമ്പോർട്ടൻറ്റ് ഡേയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പറയുക എ റെഡ് ലെറ്റർ ഡേ ഇൻ മൈ ലൈഫ്, അല്ലേ? സോ ഇങ്ങനെ നമ്മൾ കുറേ ഇഡിയംസ് പഠിച്ചു, ഇത് യൂസ് ചെയ്യണം. ബട്ട് സി, ബിഫോർ വൈൻഡിങ് അപ്പ് ടുഡേയ്സ് ലൈവ്, ഐ വോണ്ട് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് വൺ മോർ തിങ്. Though I've discussed it in the previous live, I want to remind you of this again and again. If you speak without idiom, that's fine, that's okay. Okay, you would get pretty marks if you are maintaining all the criteria, and if you haven't made much mistakes, you will get good marks. But what is the importance of using idioms? There is a chance of getting more marks, like your band score would be more high when compared to a speaking session you had done without using any idioms. അപ്പോൾ idioms ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾ സംസാരിച്ച ഒരു സെഷനെക്കാട്ടിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഇഡിയംസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ ഇഡിയംസ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് കുറയുമില്ല. നിങ്ങൾ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കിയില്ല, ക്രൈറ്റീരിയ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു വുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് മാർക്സ്. ഓക്കെ, സോ യൂസ് ദിസ് ഇഡിയംസ് ഓൺലി ഇഫ് യു ആർ ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ആ മീനിങ് കറക്റ്റാണ്, ഞാൻ പറയാൻ പോകുന്ന കോണ്ടെക്സ്റ്റിന് മാച്ചാണ് എന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഇഡിയംസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഇഡിയത്തിൻ്റെ മീനിങ് ജസ്റ്റ് ഇഡിയം യൂസ് ചെയ്താൽ എനിക്ക് മാർക്സ് കിട്ടും എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട് പ്ലീസ് ഡോണ്ട് മേക്ക് യൂസ് ഓഫ് എനി ഓഫ് ദിസ് ഇഡിയംസ്. മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഓൺലി ഇഫ് യു ആർ ഷുവർ അബൌട്ട് ദ മീനിങ് ആൻഡ് ഇഫ് ദ കോണ്ടെക്സ്റ്റ് ആസ്ക് യു ടു ഡു സോ. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലിരിക്കുക. അല്ലാതെ ഇഡിയം യൂസ് ചെയ്താലേ എനിക്ക് മാർക്സ് കിട്ടൂ എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്സ് നല്ലപോലെ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം 9 ബാൻഡ് കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഇതൊക്കെ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്ലാസ് വാസ് യൂസ്ഫുൾ ഫോർ യു. So now you know a lot of idioms and their meanings, where to use it. It's helpful, isn't it? So that's all for today's live. Okay, hope this class was useful for you again, because you should make use of it. That's what we wish. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റണം. അവിടെയല്ലേ നമ്മുടെ ഒരു ക്ലാസ് ആക്ച്വലി യൂസ്ഫുൾ ആവുന്നത്, നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് ഐ എം വൈൻഡിങ് അപ്പ്. ദിസ് ഇസ് അർച്ചന ഫ്രം ടിജൂസ് അക്കാഡമി. ഓക്കെ, താങ്ക് യു എവ്രി വൺ.